എല്ലാവർക്കും മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഫോൺ അൺബോക്സ് ചെയ്യാനാണ്. ഈ ഫോണിൻ്റെ പേരെന്ന് വെച്ചാൽ റെഡ്മി 8A Dual ആണ്. 8A അല്ല 8A Dual. അപ്പോൾ ഇത് ഇറങ്ങിയിട്ട് 4 മന്തായി. റീസെൻ്റ്ലി റെഡ്മി ലോഞ്ച് ചെയ്തൊരു ഫോണാണ്. ഇതിനെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും അൺബോക്സ് ചെയ്തതായി. അപ്പോൾ ഇതാണ് ഫോൺ വരുന്നത്. അപ്പോൾ ഇവിടെ തുറക്കുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ ബോർഡിൽ കാണാം 5000 mAh ബാറ്ററി മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷനും ഇതിൻ്റെ ബാക്കായിട്ട് മെൻഷൻ ചെയ്തത് 13MP/2MP മെഗാ പിക്സൽ ക്യാമറ, അതുപോലെ തന്നെ 5000 mAh ബാറ്ററി ഉണ്ട്. പിന്നെ Qualcomm Snapdragon 439 പ്രോസസ്സറാണ്. അതുപോലെ ഗൊറില്ല ഗ്ലാസ് ആണ് ഇത് മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് റെഡ്മിയുടെ ഇപ്പോൾ മിക്ക ഫോണിലും ഗൊറില്ല ഗ്ലാസ് ആണ് ഇപ്പോൾ വരുന്നത്. പിന്നെ ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു യൂസർ മാനർ കാർഡാണ് ആദ്യം കിട്ടുക. പിന്നെ ഒരു സിം ട്രാപ്പ് പിന്നും കിട്ടുന്നുണ്ട് അതിനോടൊപ്പം. യൂസർ മാനുവൽ ഇതിൽ നമുക്ക് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഇതിൽ മാനുവൽ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ആയിരുന്ന നമ്മളെ ഫോണിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയാം. പിന്നെ നമുക്ക് ഇത് തുറന്നു കഴിഞ്ഞാൽ നോക്കട്ടെ. ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു ഫാസ്റ്റ് ചാർജറാണ്. ഈ റെഡ്മി ഇപ്പോൾ എല്ലാ ഇതിലും ഫാസ്റ്റ് ചാർജർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് 5V 2A ഒരു പവർ അഡാപ്റ്ററാണ് ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ. അപ്പോൾ ഈ ഒരു സി കേബിളും കൂടി ഇതിൻ്റെയൊക്കെ ചാർജർ കേബിളും കൂടി ഇതിനൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഫാസ്റ്റ് ചാർജറാണ് റെഡ്മി കൊടുക്കുന്നത്. ഇപ്പോൾ മിക്ക ഫോണിലും റെഡ്മി ഫാസ്റ്റ് ചാർജറാണ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. ഇനി നമുക്ക് ഫോണിലേക്ക് പോകാം. ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അട്രാക്ഷൻ ആയിട്ടുള്ള നല്ലൊരു സ്റ്റൈലപ്പോട് കൂടിയാണ് റെഡ്മി ഷോമി ഈ ഒരു ഫോണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് പറയാം. കാരണം ഗെയിമൊക്കെ കളിക്കാൻ നല്ല സോഫ്റ്റായിട്ട് നല്ലൊരു ഹാങ് ഇല്ലാതെ കൂടി നമുക്ക് ഒരു ഗെയിമൊക്കെ കളിക്കാൻ നല്ല മെയിൻ അട്രാക്ഷൻ എന്ന് പറയാം. പിന്നെ ഇതിൻ്റെ ബാക്ക് പാനൽ കാണാൻ നല്ല ഗ്രിപ്പി ആയിട്ട് കയ്യിൽ നല്ല ഗ്രിപ്പി ആയിട്ട് നിൽക്കുന്നൊരു ബാക്ക് പാനൽ തന്നെ നമുക്ക് പറയാം. പിന്നെ ഹീറ്റ് കുറവായിരിക്കും. കാരണം നമ്മൾ കുറേ ഉപയോഗിക്കുമ്പോൾ ഹീറ്റാവുന്നത് കുറഞ്ഞു കിട്ടുന്നതാണ് ഈ റെഡ്മി ആവശ്യപ്പെടുന്നത്. അപ്പോൾ നമുക്കിത് പിന്നെ നമുക്ക് കാണാം ക്യാമറാസ് ഉണ്ട്. പിന്നെ ക്യാമറ ഒരു ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്, ഡുവൽ ക്യാമറയാണ്. പിന്നെ നിങ്ങൾക്ക് കാണാം ചാർജിങ് പോർട്ട്, സ്പീക്കർ, മൈക്ക്, പിന്നെ ഹെഡ്സെറ്റ് പോർട്ട്, പിന്നെ നിങ്ങൾക്ക് സെൻസ്. പിന്നെ അതിൻ്റെ ഒപ്പം സെൽഫി ക്യാമറ നിങ്ങൾക്ക് ഇവിടെ ആണ്. പിന്നെ സിം ട്രാപ്പ്. സിമ്മിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡബിൾ നാനോ സിം, അതുപോലെ തന്നെ മൈക്രോ SD കാർഡുമാണ് പറയുന്നത്. പിന്നെ നമുക്ക് പറയാനാണെങ്കിൽ നമുക്കിത് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം. അതായത് മുന്നേ ലോഗിൻ ചെയ്തതാണ്. അപ്പോൾ നല്ലൊരു വിഷ്വൽ ക്വാളിറ്റി തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇത് പറഞ്ഞല്ലോ 13MP+2MP ആണ് ഇതിൻ്റെ മെഗാ പിക്സലാണ് ഇതിൻ്റെ ക്യാമറ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം ക്യാമറേൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. നല്ല മികച്ച ക്വാളിറ്റി തന്നെയാണ് റെഡ്മി ഇതിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം ഇതിനു മുമ്പ് റെഡ്മി 8A ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് 8A Dual ആണ്. അതിലൊരു ക്യാമറയാണ്. ഇത് 2 ക്യാമറ ഡുവലായിട്ടാണ് റെഡ്മി വീണ്ടും റിന്യൂവൽ ചെയ്ത് ഇറക്കിയിട്ടുള്ളത്. നല്ലൊരു ഫോണാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ ആണ് ഫേസ് അൺലോക്ക്. അതാണ് ഫേസ് ലോക്ക് ഇതിൽ റെഡ്മി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇതിന് മെയിൻ വേറൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ നല്ലൊരു ഫോണാണ്. ഇതിൻ്റെ എക്സാക്ട്ലി പ്രൈസ് എന്ന് പറയുന്നത് 8300 കടയിലൊക്കെ പ്രൈസ് വരുന്നത് ഇതിൻ്റെ. പിന്നെ നമുക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന ഇതിനും കാട്ടി കുറച്ച് കുറഞ്ഞ് കിട്ടും. 7000 സംതിങ് ആ ഒരു റേഞ്ചിൽ നമുക്ക് ഈ ഒരു ഫോൺ വാങ്ങാൻ പറ്റുമെന്നാണ് കഴിയുന്നത്. പിന്നെ ഇതിൻ്റെ നമുക്ക് കാണാം ഇതിൻ്റെ എല്ലാത്തിലും നോക്കിയാലും നല്ലൊരു ഫോൺ തന്നെ പറയാം. നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ നല്ലൊരു ഫോൺ തന്നെ പറയാം.